കണ്ടോ? ഏ MRF എഴുതിയിട്ടുണ്ട്. എന്നാ എടാ, നിനക്ക് ഇതിന്റെ കനം കുറയ്ക്കണോ? ഇനി ഇതിനകത്ത് MRF എന്ന് എഴുതട്ടെ? MRF എന്ന് എഴുതണ്ട, ആ റീബോക്ക് എന്ന് എഴുതിയാൽ മതി. റീബോക്കാ? മഹി, നിനക്കെല്ലാം അറിയാവുന്നല്ലേ, എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ? അറിയാവുന്നോണ്ട് ഇത്രയും നാൾ നിന്റെ എല്ലാ പരിപാടിക്കും ഞാൻ കൂട്ടുന്നിട്ടുള്ളത്. അർജുൻ, ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ദെയർസ് എ ലിമിറ്റ്. എടാ, ബർത്ത്ഡേ അടുത്ത വർഷം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ആഘോഷിക്കാം. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചിന്തുണ്ടാവാനാ. സീരിയസ്ലി അർജുൻ? എന്താ ഞാൻ പറയുന്നത്, നീ ശ്രദ്ധിക്ക്. ഇത് ലാസ്റ്റ് മാച്ചാ. ഇനി ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല. അയ്നോ, നീ ഇഷ്ടം പോലെ ആയിക്കോ. ചെന്നൈയിലേക്കോ ഹൈദരാബാദിലേക്കോ എങ്ങോട്ടൊന്ന് ചോദിക്കോ. പുള്ളിയാണല്ലോ നിനക്കെല്ലാം. പുള്ളിയാണല്ലോ നിനക്ക് ചെലവിനിരുന്നേ. പക്ഷേ ഇനി എന്നെ വിളിക്കരുത്. ദിസ് ഇസ് ഓവർ. എടാ, എനിക്കൊരു എടാ, നീയെങ്കിലും ഒന്ന് പറ. അവളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ഓക്കെ, നോ പ്രോബ്ലം എന്നൊക്കെയാ പറയണേ. ശരിക്കും എന്താ ഇഷ്യൂ? എടാ, അടുത്ത ആഴ്ച അവളുടെ ബർത്ത്ഡേ ആണ്. നീ ഡേറ്റുമാരെ എങ്ങനെ മിസ് ചെയ്താ? ഒന്ന് പോടെ. എടാ, അന്ന് അതേ ദിവസം CSKയുടെ മാച്ച് ഉണ്ട്, ധോണിയുടെ ലാസ്റ്റ് ഗെയിം. അതിന് എടാ, എനിക്കെൻ്റെ വട്ട് നന്നായിട്ട് അറിയാവുന്നില്ലേ. എനിക്ക് അങ്ങനെ അവസാനമായിട്ടൊന്ന് കാണണം. അതാണെങ്കിൽ അവൾക്ക് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. ഓ പിന്നെ, ആ സെൽഫിഷ് പ്ലെയറിനെ കാണാനല്ലേ? ആടാ, സെൽഫിഷാ. പുള്ളിക്ക് ഇന്ത്യ കപ്പടിക്കണം, നല്ല സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നു. കപ്പെടുത്ത് കഴിഞ്ഞാൽ ടീംമേറ്റ്സിനൊക്കെ മാറ്റി നിർത്തി പുള്ളി കപ്പെടുത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കാറുണ്ട്. പിന്നെ പേഴ്സണൽ റെക്കോർഡ്സ് കൂട്ടാൻ വേണ്ടി 3-ാം നമ്പർ 6-ാം നമ്പർ പോയിട്ട് കുറേ റണ്ണും എടുത്തിട്ടുണ്ട്. ഭയങ്കര സെൽഫിഷ്. പിന്നെ ഈ തുഴഞ്ഞുണ്ടാക്കിയതാണല്ലോ. എടാ, തുഴഞ്ഞ് 87 സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാ. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ 6 അടിച്ചു ആ തോണിക്കാരനാ. എടാ, 2 ബോളിൽ 4 റൺസ് എടുത്താലേ സ്ട്രൈക്ക് റേറ്റ് കൂടും. 2 ബോളിൽ 4 റൺ എടുത്ത് എങ്ങനെ ഏവറേജ് 50 കിട്ടുന്നേ? എടാ, ലാസ്റ്റ് ഇറങ്ങി നോട്ട് ഔട്ട് ആവാണ്ടിരുന്നാലേ ആവറേജ് കൂടുന്നത് പൊട്ടനും അറിയാം. ചുമ്മാ നോട്ട് ഔട്ട് ആയിരുന്നാ പോരാ. ഓടിയയിൽ 10,000 റൺ അടിച്ചിട്ടുണ്ട്, അത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ട്. അത് പൊട്ടൻ അറിയില്ലേ? വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ആ ലാസ്റ്റ് വേൾഡ് കപ്പ് ഇന്ത്യ പുറത്തായതേ ഈ ഒറ്റ ഒരാളുകാരനാ. 2019 വേൾഡ് കപ്പ് സെമി ഫൈനലാണോ ഉദ്ദേശിക്കുന്നത്? ആ, ധോണി തോന്നിച്ചല്ലേ? അതെ. ആ, പോയി കളി കാണാ പൊട്ടാം. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാക്ക്, ഞാൻ പോണ്. അതെ അളിയ, നീ അങ്ങനെ പറയല്ലേ. നീ അത് വിട്, നീ കൂടി പോലെ. എന്തുവിടാൻ? എടാ, ധോണിനെ പറ്റി പറഞ്ഞപ്പോൾ നീ അത് വിട്. എനിക്ക് ലാസ്റ്റ് മാച്ച് കാണണം. എടാ, നീ ഇതൊക്കെ വലിയ വിഷയം. നീ സിംഗിളാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഓ, എനിക്ക് നിന്നോട് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നീ പണ്ടത്തെ പോലെ കുട്ടികളെ കളിച്ചിട്ട് കിട്ടിയതൊന്നും മറക്കരുത്. പിന്നെ അന്നത്തെ പോലെ നിരാശ കാമ്പൂവിന് കമ്പനി അടിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ വെള്ളം നിർത്തിയതാ. ഒരു വിധത്തിലാണ് ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. തമാശ അല്ല അർജുൻ. അടുത്ത ശനിയാഴ്ച നീ ഫ്രീ അല്ലേ? എനിക്കെന്താണ്, ഞാൻ ഫുൾ ഫ്രീ. അച്ഛൻ കോളേജ് വരെ വരുന്നുണ്ട്. അപ്പൊ നിന്നെ കണ്ട് സംസാരിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ. ഈ ആണ് കളിച്ചടങ്ങ. നീ നീ പഠിക്കാതിരി. അച്ഛൻ എന്തായാലും ഇഷ്ടം. അച്ഛനെങ്ങനെ വീശുവോ? ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോഴെങ്കിലും നീ അടുത്താഴ്ച വരുവോ? ഞാൻ വരും, ഉറപ്പായിട്ടും. ഫോൺ എടുക്ക. അർജുൻ എത്ര നേരം വിളിക്കുന്നു? അർജുനെ, ഫോൺ വന്നേക്കണേ. ഫോൺ എടുക്കാത്ത.
അച്ഛാ അവൻ കുളിക്കാൻ വല്ലതും കയറിയതായിരിക്കും, അവൻ എന്തായാലും എടുക്കും. മോളെ 1.5 മണിക്കൂറായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മതി. അച്ഛാ ഞാൻ അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു നോക്കട്ടെ. കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ളവനെയാണ് നിനക്ക് വേണ്ടത്, അല്ലാതെ ഈ കുട്ടികൾ കളിച്ചെടുക്കുന്നതിനല്ല. അച്ഛാ ഞാൻ ഒരു വട്ടം കൂടി വിളിച്ചു നോക്കട്ടെ, ഒരു പ്രാവശ്യം കൂടി. പോകാം. അച്ഛാ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു നോക്കട്ടെ. എടാ നീ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഒരു അക്ഷരം മിണ്ടരുത് സൂരജേ. എടി അങ്ങനെയല്ലടി. എങ്ങനെയല്ലെന്ന്? എടി അവനത് മിണ്ടരുത്. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ജീവിതത്തിൽ ആരെയും പ്രപ്പോസെങ്കിലും ചെയ്തിട്ടുണ്ടോ? നെവർ. പിന്നെ താൻ എന്തേ ലവ് ഡോക്ടർ കളിക്കുന്നത്? യു നോ കോച്ചസ് ഡോണ്ട് പ്ലേ. കോച്ച് അങ്ങോട്ട് മാറിന്ന് കൂട്ടുകാരനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ആമ്പിള്ളേർക്കേ ലോജിക്കും റീസണിങ്ങും ഒന്നും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. അതല്ലടി, ആ ബർത്ത്ഡേയുടെ കാര്യമാണെങ്കിൽ അത്. എടാ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബർത്ത്ഡേ. എല്ലാ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെയാ. ആദ്യമൊക്കെ വലിയ കാര്യമായിരിക്കും, ചെറിയ കാര്യങ്ങൾ വരെ ആഘോഷിക്കും. മുന്നോട്ട് പോകും തോറും ഓരോന്നായി കുറഞ്ഞു വരും. പ്രയോറിറ്റീസ് മാറും, എക്സൈറ്റ്മെന്റ് കുറയും, മെല്ലെ നമ്മളൊരു ബാധ്യതയാവും. അവൻ വന്നേ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് ചിരിച്ചു തുടങ്ങി. ഇനിയും തെറപ്പിസ്റ്റിന് കൊടുക്കാൻ എൻ്റെ കാശില്ലടാ. എടി നിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നീ അവനൊന്ന് വിളിച്ചേ. അവന്റെ ഫോണിൽ ഔട്ട് ഗോയിങ് ഇല്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കാലോ. പാവൻ ചക്കൻ വിഷമിച്ച് കരഞ്ഞിരിക്കും. പിന്നെ അർജുൻ കരയാൻ ഇത്രയും നാളായിട്ട് അവന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്ന ഞാൻ കണ്ടിട്ടില്ല. കല്യാണം അവൻ കല്ല്. എന്താ? ഏയ് Shift mean green sip lean and the ups don't know. Free my team with a big dream and a beam I never go cold. Team that I'm gonna track that on top of your last part of my career. I think it started over here, when I played the first game. I just walked around and the full house was chanting my name. So my eyes are filled with water and I just stood there in the dugout for a while. I took my time and I realized I want to enjoy it.
സോറി. സോറി. എന്ത് തീരുമാനിച്ചു? ഇറ്റ്സ് ഓവർ റൈറ്റ്. ഹാ, ഇറ്റ്സ് ഓവർ. ലാസ്റ്റ് ഒരു ബോളെങ്കിലും ബാക്കിയുണ്ടാവില്ലേ? കളിയുടെ ലാസ്റ്റ് ഓവറിൽ അവസാന പന്ത് തീരുന്നവരെ പ്രതീക്ഷ കൈവിടാതിരിക്കാൻ പഠിപ്പിച്ച ഒരാളുണ്ട്. അതും കഴിഞ്ഞിട്ടേ ഞാൻ ടി വി ഓഫ് ചെയ്യാറുള്ളൂ. എന്തോന്ന്? എൻ്റെ ലൈഫ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഒന്നിച്ച യു ആർ വെരി ഇമ്പോർട്ടൻ്റ് ദൻ എനി അതർ തിങ് മായി. നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കും. ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും. ശരിക്കും? ശരിക്കും. പ്രോമിസ്? പ്രോമിസ്. ഇനി മാറ്റി പറയോ? ഇല്ല. താങ്ക് യു സോ മച്ച്. ബർത്ത്ഡേ ഞാൻ പ്ലാൻ ചെയ്യാം. ഓക്കെ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? നമ്മൾ പണ്ട് തീരുമാനിച്ച പോലെ. പോലോ. കാറ് നീ സെറ്റ് ആക്കണം, ബാക്കിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാം. ഓക്കെ? ഏറ്റു. ലവ് യു സോ മച്ച്. അങ്ങനെ എൻ്റെ കരിയറിൽ ഒരു പൊൻതൂവൽ കൂടി. Whatever I can. Once you get married, you start understanding each other. Right and wrong is not important. Otherwise, it keeps on coming. So basically, girlfriend को सिर्फ हाँ ही बोलना है. तो पहले से आदत डाल दोगे तो बात मुश्किल नहीं आएगी लाइफ. And the essence of marriage is after 50, 55, and that's the time you talk about the time. The essence will come later, but you have to survive the marriage. ഹലോ, എവിടെയാ? ദേ 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 ഇവിടെ. ഹായ്. ലുക്ക് ആയിട്ടുണ്ട്. താങ്ക് യു. വണ്ടി ഫുൾ ചാർജ് അല്ലേ? അതൊക്കെ ഫുള്ള്. നീ പ്ലാൻ പറ. ആ, മൂവി എപ്പോൾ എവിടെയും കാണാമല്ലോ. അയ്യോ ഞാൻ ബുക്ക് ചെയ്തു പോയി. ഏതാ പടം? ദാ.
താങ്ക് യു. അടിച്ചു പൊളിച്ചില്ലേ ഇന്ന്? പൊളിച്ചടുക്കി. എന്തൊരു സീൻ മാച്ച് ആയിരുന്നു. അതാ. എന്തായാലും ധോണിയുടെ ലാസ്റ്റ് മാച്ച് നമുക്ക് കാണാൻ പറ്റിയല്ലോ. ഇനി അടുത്ത വർഷം ഞാൻ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നീ എന്താ ശരിക്കുന്നേ? ധോണിയുടെ ലാസ്റ്റ് മാച്ച് അല്ലേ? Definitely not.